പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുക ഈ ഒരു തീരുമാനത്തിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് കഴിയേണ്ടവളാണ് നീ എന്ന് പറഞ്ഞു പഠിപ്പിക്കുക, ഈ ഒരു സംഭവത്തിനോട് തീർത്തും ഒരു 100% എതിർത്തുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇത് മാറേണ്ട സമയമൊക്കെ മുൻപേ കഴിഞ്ഞു. പല പെൺകുട്ടികളും സഫർ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും ചിലപ്പോൾ ചില വീട്ടിൽ ചില അമ്മായിയമ്മമാർ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ സ്വന്തം മോളെ പോലെയൊക്കെ നോക്കുന്നവരുണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെയല്ലാതെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളും നമുക്ക് പല വാർത്തകളിൽ നിന്നും കേൾക്കാനും പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു സംഭവം ഒഴിവാക്കണമെങ്കിൽ ഒറ്റയൊരു തീരുമാനം എടുത്താൽ മതി. എല്ലാ ആൺകുട്ടികളുടെ പാരൻസും കുറച്ച് സ്വാർത്ഥരായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഞാനടക്കം ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, അപ്പോൾ എനിക്കിത് പറയാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെ ഈക്വാലിറ്റി വന്നു, ആണും പെണ്ണിനും ഒരേ അവകാശമാണ്, ഒരേ ചിന്തയാണ്, ഒരേ പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ നാട്ടിൽ ഈ ഒരു സമ്പ്രദായം അത് നിർത്തലാക്കുന്നത് വരേക്കും പെൺകുട്ടികൾ സഫർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന വീട്ടിലെ എല്ലാ അമ്മായിയമ്മമാരും അല്ലെങ്കിൽ എല്ലാ വീട്ടിലുള്ള ആൾക്കാരും മോശമാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെണ്ണിനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു അടി തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരിക്കലും ഇതിനർത്ഥം നമ്മളുടെ പാരൻസിനെ നോക്കണ്ട എന്നല്ല. തീർച്ചയായിട്ടും ആൺകുട്ടികളുടെ പാരൻസിന് എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് പെൺകുട്ടികളുടെ പാരൻസിന് കൊടുക്കണം. അതിനാണ് നമ്മൾ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുന്ന ഹസ്ബൻഡുമാരും ഉണ്ട് കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് പ്രൗഡായിട്ട് പറയാം, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് എടുത്ത് പറയുന്നതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അല്ല, നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും എഴുതിയിട്ടുള്ള ചില നമ്മൾ കുറിപ്പുകളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്പിറേഷൻ വരും. ചിലവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് പ്രതികരിക്കണം എന്ന് പോലും തോന്നിപ്പോവും. അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് കുറച്ച് ഊർജ്ജമൊക്കെ സംഭരിച്ചിട്ട് ഞാൻ ഇതുപോലെ വന്ന് സംസാരിക്കുന്നത് കേട്ടോ. എത്രയൊക്കെ സമത്വം ഉണ്ടെന്ന് പറഞ്ഞാലും ആൺകുട്ടികളുടെ പാരൻസിന് എപ്പോഴും ഇച്ചിരി അഡ്വാൻറ്റേജസ് കൂടുതൽ തന്നെയാണെന്ന് ഞാൻ പറയും. അതിന് ആരൊക്കെ ഇല്ല, പെൺകുട്ടിയാണെങ്കിൽ ഒരുപോലെയാണെന്ന് പറഞ്ഞാലും ഞാൻ പറയാം, നിങ്ങൾ അപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് അയക്കും എന്ന കാര്യത്തിൽ അല്ലേ. ഇനി ഇല്ല, നിങ്ങളുടെ കുഞ്ഞ് ഒരു പാർട്ട്ണറെ വേണമെന്ന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിക്കുക, അവരവരുടേതായിട്ടുള്ള ജീവിതം തുടരുക. അതാണ് പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പാരൻസിനെ, നമ്മളെ വളർത്തി വലുതാക്കിയ പാരൻസിനെ നമ്മൾ ചിന്തിക്കേണ്ട, നോക്കണ്ട, അവരുടെ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട, അവരെ വെറുക്കണം, ഇതൊന്നുമല്ല. നമ്മളുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ പാർട്ട്ണറിൻ്റെ പാരൻസിനും അതേ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളുടെ പാരൻസിനെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഇപ്പം ഭാര്യയുടെ പാരൻസിനെ ഹസ്ബൻഡ് നോക്കണമെന്നും അതുപോലെ തന്നെ മീൻസ് നേരെ തിരിച്ചിട്ടും ഇതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അല്ലാതെ ചെക്കന്മാരുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു പ്രത്യേക പ്രിവിലേജൊന്നും ഇവിടെ ഇല്ല. രണ്ടുപേരും ഈക്വലാണ്. രണ്ട് ആൺകുട്ടീനെയും പെൺകുട്ടീനെയും രണ്ടുപേരെയും പാരൻസ് നോക്കുന്നത് ഒരുപോലെ സ്നേഹം കൊടുത്തിട്ടും അവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് എല്ലാവരും വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ടത് കൊണ്ടാണ് മിക്ക പെൺകുട്ടികൾക്കും ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നത്. സ്വന്തം വീട്ടിൽ പോകാൻ പോലും എത്ര പേരുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ചില അമ്മായിയമ്മമാരുണ്ടല്ലോ, ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തുടങ്ങും പ്രശ്നം. ചിലവർ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നവരുണ്ടാവും. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ചോദിക്കേണ്ട ഒരു അവസ്ഥ തന്നെ അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംഭവം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. ഇത് എൻ്റെ ഒരുപാട് നാൾ ഞാൻ ചിന്തിച്ചെടുത്തൊരു കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എൻ്റെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായതുകൊണ്ടൊന്നല്ല, ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയായതുകൊണ്ടാണ്. കാരണം പഴയ തലമുറയെ മാറ്റിയെടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇനി വരുന്ന തലമുറയെ നമുക്ക് മാറ്റിയെടുക്കാം, അവരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാം എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ മോൻ കല്യാണം കഴിക്കുമ്പോൾ അവന് തീരുമാനിക്കാം ഞങ്ങളുടെ ഒപ്പം ജീവിക്കണോ അല്ല അവന് വേറെ വീടെടുത്ത് താമസിക്കണോ എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വീടെടുത്തിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരു കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണും ചെക്കനും ഇവർ തീരുമാനിക്കുക, ഇവർക്ക് വാടകയ്ക്ക് താമസിക്കണോ ചെറിയൊരു വീട് വെച്ച് താമസിക്കണോ. അതായത് നമ്മളുടെ ചുറ്റുപാടും കഷ്ടപ്പാടും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കല്യാണം കഴിക്കാനായിട്ട്. മീൻസ് ഒരു ചെറിയ വീട് വെച്ചു, ഞാനിതാ ഇത്ര ചെറിയൊരു വീടാണ്, ഈ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കാൻ നീ റെഡിയാണോ? ഓക്കെ, റെഡിയാണ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് ഭംഗിയായിട്ട് ലൈഫ് പോവുക. ഇനി ഇതൊക്കെ പോസിബിളാണോ, എന്തിനാണ് സ്വന്തം വീടുണ്ടാകുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ചോദ്യം മാത്രമാണ് തിരിച്ച് ചോദിക്കാനുള്ളത്. നിങ്ങളോട്
വൈഫിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോയി താമസിക്കുമോ? നിങ്ങളുടെ വീട്ടിലും വൈഫിൻ്റെ വീട്ടിലും ഈക്വൽ ഡേ 15 ഡേയ്സ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുമോ? ആ ഒരു കാര്യം ഒരു പുരുഷന് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ പുരുഷന് ഒരു സ്ത്രീയോട്, അതായത് തൻ്റെ ഭാര്യനോടും ആ ഒരു അധികാരത്തിലുള്ള കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ്. അല്ല എങ്കിൽ ചിന്തിക്കുക, നമുക്ക് അങ്ങനെ മാറി നിൽക്കേണ്ടി വരുമ്പം ഇപ്പം ഞാൻ മിക്ക ഹസ്ബൻഡും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അതായത് പല പല പെൺകുട്ടികളും പറയുന്ന കേട്ടിട്ടുണ്ട്, ഭയങ്കര ബോറടിച്ച പോലെയായിരിക്കും ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ടാവുക എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചയച്ചാൽ ചിലവർക്കൊന്നും റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടില്ല കേട്ടോ. ഭയങ്കര പണികളല്ലായിരിക്കും. ചിലവർക്ക് എല്ലാം മനസ്സിലാക്കുന്ന അമ്മായിയമ്മയായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന അമ്മായിയമ്മയായിരിക്കും. ഇനി സപ്പോസ് ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിന് വളരെ സന്തോഷമേ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ പോവാം. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷന് മാത്രം ഉള്ളതൊന്നല്ല, ഇത് സ്ത്രീകൾക്ക് ഒരുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് കല്യാണം കഴിപ്പിച്ചയക്കുക എന്നുള്ള ആ ഒരു സംഭവം അതങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക സ്ത്രീകളുടെയും കണ്ണീര് അവിടെ നിൽക്കും. കണ്ണീരിങ്ങനെ വെറുതെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് നമ്മളുടെ ഒരു സേഫ് സോൺ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് നല്ലൊരു ഫാമിലി കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് അടുത്ത ആളുടെ വിഷമം നമ്മളോട് പറഞ്ഞാലും അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്. സന്തോഷമായിട്ട് ഒരു നിമിഷം സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് പോലും ഇരിക്കാൻ വേണ്ടി പറ്റാത്ത എത്രയോ സ്ത്രീകളുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെയും. നേരെ മറിച്ച് സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വന്തം മോളെ പോലെ സ്നേഹിക്കണം എന്നൊരു പെണ്ണും ആഗ്രഹിക്കാതിരിക്കുക. നേരെ മറിച്ച് അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണാൻ പറ്റുമെന്ന് ഒരു പെണ്ണും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും. കാരണം നമ്മൾ അമ്മയാവുമ്പോൾ നമ്മളുടെ അമ്മക്ക് മാത്രമേ ഭൂമിയോളം നമ്മളോട് ക്ഷമിക്കാനായിട്ടും പൊറുക്കാനായിട്ടും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ടും പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നമുക്കത് ഊഹിക്കാം. സ്വന്തം മകളാവുമ്പോൾ മാത്രമാണ് ഒരമ്മക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ ഒരമ്മ ചെയ്യുന്ന തെറ്റാവുമ്പോൾ മക്കൾക്കും ക്ഷമിക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് വേറെ ആരെങ്കിലും അതേ കാര്യം ചെയ്താൽ തന്നെ നമുക്ക് പൊറുക്കാനായിട്ട് പറ്റില്ല. അത് നമ്മളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, അതുപോലെ അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉൾക്കൊള്ളുക, ഈ റിയാലിറ്റിയെ ഉൾക്കൊള്ളുക. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ സ്വന്തം മകളെ പോലെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ. അങ്ങനെയുള്ള അമ്മമാരെ ഇനി അങ്ങനെ അല്ലെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ്. നമ്മളുടെ പാരൻസ് അവർ നമുക്ക് നല്ലത് ചെയ്തവരായിക്കോട്ടെ മോശം ചെയ്തവരായിക്കോട്ടെ, നമ്മളിപ്പം മോശം ചെയ്ത പാരൻസ് ആണെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് വയ്യാതാവുമ്പോൾ അവർ ചെയ്ത അല്ലെങ്കിൽ നമ്മളെ അവർ മര്യാദയ്ക്ക് നോക്കിയില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെയും തിരിച്ച് നോക്കാതിരിക്കുക, അതല്ല ശരി. അപ്പോൾ അവർ നമ്മൾ തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ. ഇതെൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതെൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഇനി എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് നമ്മളുടെ പാരൻസിനെ, നമ്മളുടെ പാർട്ട്ണറുടെ പാരൻസിനെ, അതായത് നമ്മളെ പാരൻസിനെ നോക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതേപോലെ നമ്മളുടെ പാരൻസിന്, അതായത് ഹസ്ബൻഡിൻ്റെ പാരൻസിനെ നോക്കുക എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഹസ്ബൻഡിനോടുള്ള സ്നേഹമാണ്, നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ടാണ്. അത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ നോക്കാതെ നമ്മളുടെ അച്ഛനമ്മമാരെ നോക്കാതെ എന്താ പറയുക അനാഥ മന്ദിരത്തിൽ കൊണ്ട് തള്ളുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വയസ്സാം കാലത്ത് നരകിച്ച് തീർക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അവരെ നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. അവർ നമുക്ക് ഇനിയിപ്പം ദ്രോഹം ചെയ്താലും നമ്മളവരെ നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാതെ നോക്കുക. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടുക, അങ്ങനെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹത്തിനുണ്ടല്ലോ നമ്മളെ വേദനിപ്പിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ ഒരുപാട് ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. പണമല്ല കേട്ടോ, സ്നേഹം പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാലമാണ് ഇന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, അതുപോലെ എൻ്റെ മാത്രമല്ല, ഞാൻ എൻ്റെ ഏട്ടനോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പെൺകുട്ടി എന്തുകൊണ്ടാണ് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചയക്കുന്നത്? ഇപ്പോഴും കല്യാണം കഴിച്ച ആ ഒരു നിമിഷം ആലോചിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു വന്നത് ഞാനൊക്കെ കരഞ്ഞൊരു വഴിയായിട്ടായിരുന്നു കേട്ടോ വന്നത്. ഒന്നാമത് ഇനി എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ പറ്റില്ലല്ലോ, അച്ഛനെയും അമ്മയും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, ദിവസവും നമ്മളെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴുള്ളൊരു വേദനയുണ്ടല്ലോ. ഞാൻ ഒത്തിരി കരഞ്ഞിട്ടായിരുന്നു കേട്ടോ വന്നത്. കാരണം ഞാൻ അവരെ പിരിഞ്ഞ് നിന്നിട്ടേ ഇല്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ.
ഞാൻ ഏട്ടനോട് ഇപ്പോഴും പറയും കേട്ടോ, അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണിൽ കണ്ണീര് വരുന്നുള്ള കാര്യം. എന്തിനാണ് ഇത്ര പെയിൻഫുള്ളായിട്ട് നമ്മളൊരു കല്യാണം എന്ന് പറയുന്നത് ഇത്ര സങ്കടം വരുന്ന ഒരു കാര്യമായിട്ട് മാറ്റുന്നത്? ലൈഫിൽ നമ്മളെ സ്നേഹിക്കാൻ നമുക്കൊരു കൂട്ടാളി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ്. അതിന് ഇത്ര സങ്കടം വരുന്ന ഒരു നിമിഷം ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ പാരൻസിനെ വിട്ടു പോകണം എന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് ആൺകുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, അവരുടെ വീട്ടിലേക്ക് അവർ ഇഷ്ടപ്പെട്ട ഒരാൾ വരികയും ചെയ്യാണ്, അവരവരുടെ പാരൻസിൻ്റെ ഒപ്പമാണുള്ളത്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും ഇതിലും ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും അവർക്ക് എത്ര ദിവസം വേണമെങ്കിൽ അവരുടെ വീട്ടിൽ നിൽക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. പെൺകുട്ടിക്ക് അങ്ങനെ ഇല്ലല്ലോ. കാരണം എപ്പോഴാണ് പോകേണ്ടി വരിക, അതായത് അതൊക്കെ ഒരുപാട് പേരുടെ സമ്മതം ചോദിക്കേണ്ടതായിട്ട് വരുമല്ലോ. എനിക്കെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു മോനാണുള്ളത്. തീർച്ചയായിട്ടും അവനെ ഞാൻ കെട്ടിച്ചു വിടുന്നോ അല്ലെ അവൻ്റെ വീട്ടിൽ അവൻ വേറൊരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചു കൊണ്ടുവരണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. മോൻ വാശി ഒടിയുന്നുണ്ട്, അതിൻ്റെ ഒരു കരച്ചിലാണ് ഇടയ്ക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കുന്നത്. മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, ചെറിയ വാശിക്ക് കരയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു തീരുമാനം എടുക്കുക. നമ്മളുടെ കുട്ടികൾ വളർന്ന് 18 വയസ്സായി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസിഷൻ ആയിക്കോട്ടെ. ഇനി ഒരു 18 വയസ്സിലൊന്നും എടുക്കുന്ന ഡിസിഷൻ അത്ര അടിപൊളിയായിരിക്കണം എന്നില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികളുടേത്. ഒരു 24-25 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ മെച്ചോർഡായിട്ടുള്ള തീരുമാനങ്ങൾ വരും. ഒരു 28 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം അവർ മെച്ചോർഡായി തുടങ്ങിയിട്ടുണ്ടാവും. 30 വയസ്സാകുമ്പോഴേക്കും നല്ല ഓക്കെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 25 വയസ്സൊക്കെ ആയിട്ട് അവരെടുക്കുക, അപ്പോഴേക്കും വിവാഹപ്രായമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം അവരെടുത്തോട്ടെ. അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഒരിക്കലും ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്ന് എനിക്ക് 100% നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരു സ്പേസ് ആ കുട്ടിക്ക് തീർച്ചയായിട്ടും കൊടുക്കും. അതിന് ഭയങ്കര ചില സമയത്തില്ലേ നമ്മൾ ഈ പറയുന്ന ഭയങ്കര ഇമോഷൻസ് ഉണ്ടാവും, പൊസസീവ്നെസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടോ. ഇത് മനുഷ്യ സഹജമായിട്ടുള്ള കുറേ ഫീലിങ്സ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതിപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫ്രീ ആവും. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും കുറച്ച് നമ്മളെങ്കിലും മാറി ചിന്തിച്ചില്ലെങ്കിലേ വീണ്ടും ഈ പഴയ തലമുറ കൊണ്ടുവന്ന കുറേ രീതികൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സ്വാതന്ത്ര്യം സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെയാണ്, എല്ലാ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് ആദ്യം ഡിസിഷൻ എടുക്കണം. അപ്പം തന്നെ കിട്ടും സ്ത്രീകൾക്ക് 3/4 സ്വാതന്ത്ര്യം. കാരണം സ്വന്തം വീട്ടിൽ നിൽക്കണോ, എവിടെ നിൽക്കണോ, എല്ലാ കുട്ടിയുടെ തീരുമാനമായിരിക്കണം. ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ, സ്വന്തം വീട്ടിൽ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ, അത് അവളുടെ മാത്രം ചോയ്സ് ആവണം. അല്ലാതെ സഫർ ചെയ്യേണ്ടത് എപ്പോഴും സ്ത്രീകൾ മാത്രം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഒരുപാട് പേര് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്ന് സെറ്റായി വരുന്നത് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ പാരൻസിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്നവരാണെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്തവരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയാനകമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഭയാനകമായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഫീലിങ്സ് സ്വന്തം ഫീലിംഗ് ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 99% പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ ഒരു നെഞ്ചെടുപ്പുണ്ടല്ലേ. നമ്മളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്കത് ചോദിക്കുമ്പോൾ ഒരു നെഞ്ചെടുപ്പാണ്. എന്തുകൊണ്ടാണത്? അത് നമ്മളെ വളർന്നു വരുന്ന ഒരു രീതിയുടെ ഒരു മിസ്റ്റേക്കാണ്, നമ്മളെ വളർത്തി വരുന്ന ഒരു രീതിയുടെ മിസ്റ്റേക്കാണ്. നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് ജീവിക്കേണ്ടതാണ്. അനാവശ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊന്നും അല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പോകുന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ആരെയും കണ്ടിട്ടല്ലല്ലോ നിന്നെ വളർത്തിയത് എന്നുള്ള സപ്പോർട്ടാണ് ഓരോ പെൺകുട്ടിക്കും ഓരോ പാരൻസും കൊടുക്കേണ്ടത്. ആ ധൈര്യം കൊടുത്തു വേണം ഒരു പെൺകുട്ടി വളരാനായിട്ടും. അല്ലാതെ വേറൊരു വീട്ടിൽ പോയിട്ട് കഞ്ഞിയും കറിയും വെക്കേണ്ടവളാണ് എന്ന് പറഞ്ഞിട്ടല്ല പഠിപ്പിക്കേണ്ടത്. അത് പലപ്പോഴും ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടു കേട്ടോ. ആ റീല് കണ്ടപ്പോൾ എനിക്ക് തോന്നി, പഠിച്ചാൽ കുക്ക് ചെയ്യണ്ട, നന്നായി പഠിച്ചാൽ കുക്ക് ചെയ്യണ്ട, പിന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും അടുക്കളയുടെ ഇവിടെ പോയി പണിയെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പെൺകുട്ടി തന്നെ പറയാണ്, അതായത് ഞാൻ പഠിച്ചാൽ കുക്കിംഗ് മാത്രമേ ചെയ്യണ്ടൂ, പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ ആ റീൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയുമ്പില്ലേ മോൻ അവിടെ നിന്ന് കരഞ്ഞതുകൊണ്ട് എൻ്റെ റീല് ഫുൾ കട്ടായിട്ടാണുള്ളത്. പഠിച്ചിട്ടില്ലെങ്കിൽ കുക്കിംഗ് മാത്രമേ ചെയ്യണ്ടൂ, പഠിച്ചാൽ പുറത്തെ ജോലിയും ചെയ്യണം, വീട്ടിലെ ജോലിയും ചെയ്യണം. അപ്പോൾ ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പഠിക്കേണ്ടതെന്നാണോ? ഈ ഒരു ഒരു തമാശയാണെങ്കിലും ഉണ്ടല്ലോ, അത് വളരെ പൊട്ട ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ പഠിക്കൂ കുട്ടികളെ, തീർച്ചയായിട്ടും പഠിക്കൂ, ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കൂ. അതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് ഒരാളെയും പേടിക്കാതെ ജീവിക്കാനായിട്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് സമൂഹത്തെ ഭയക്കേണ്ടെന്നല്ല, തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയക്കണം, അല്ലെങ്കിൽ ഒരാളെയും ഭയക്കേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. ബോൾഡായി ധൈര്യമായിട്ട് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് പഠിക്കണം. ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ നമുക്ക് കാശുണ്ടെങ്കിൽ വേണമെങ്കിൽ ജോലിക്കാരെയും വെക്കാം. അത് ഒരാൾ കമൻറ്റിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ജോലിക്കാരെയും നമുക്ക് വേണമെങ്കിൽ വെക്കാമെന്നുള്ള കാര്യം. അത്രയേ ഉള്ളൂ. ഒരു പെണ്ണായി പോയി എന്നതിൻ്റെ പേരിൽ
ഒരുപാട് സഫർ ചെയ്യേണ്ട ആവശ്യം ഒരു പെൺകുട്ടിക്കും വരരുത്. ധൈര്യമായിട്ടിരിക്കാനും മുന്നോട്ട് പോകാനും ഓരോ ആളുടെ സപ്പോർട്ടും ഓരോ പെൺകുട്ടിക്കും അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ?